ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ സ്റ്റഡികളും കാര്യങ്ങളും ഒക്കെ? ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ഒരു കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ മാർക്കറ്റിനെ വായിക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സെല്ലറാണ്. ഈ സെല്ലർ ലൈക്ക് ഞാനൊരു ബയർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സെല്ലർ എന്ന് പറഞ്ഞ ടീം ഇരിക്കുന്നുണ്ട്. സോ ഈ സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ എന്നറിയാം. ഓക്കെ, ഈ മാർക്കറ്റിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള എഡ്ജ് കിട്ടുകയുള്ളൂ. സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ്: എങ്ങനെ നമ്മൾ മറ്റുള്ള ഒരു ട്രേഡറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ചാർട്ടിനെ വായിച്ച് നോക്കി കാണാം എന്നുള്ളത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഞാൻ പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ടുള്ളതും ഒക്കെ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് സെല്ലേഴ്സിന്റെ, അതായത് എൻ്റെ ഓപ്പോസിറ്റ് പ്ലെയറുടെ വ്യൂ എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ, ഈവൻ SMC ആണെങ്കിൽ പോലും SMCക്ക് എൻട്രിക്ക് ഇന്ന കണ്ടീഷൻ കൊണ്ട് എൻട്രി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ബട്ട് എക്സിറ്റ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം കൂടി വരുന്നുണ്ട്: മാർക്കറ്റിന്റെ സെന്റിമെന്റ്. അതിപ്പോൾ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് സെന്റിമെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റ് 3:30 മണിയാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്, പിറ്റത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ് അല്ലേ. സോ ഇത്രയും ഗ്യാപ്പ് നമ്മളുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ്, അതായത് മൾട്ടി ലെവൽ ട്രേഡ് ചെയ്യുന്ന പ്ലെയേഴ്സ്, അതായത് ഇന്റർനാഷണൽ പ്ലെയേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇവരുടെയൊക്കെ വ്യൂവിൽ ചേഞ്ച് വരുന്നുണ്ട്. കാരണം ഇവര് ഓവറോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചറും ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ സ്ട്രക്ചറും ഒക്കെ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ സെന്റിമെന്റിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതർ ട്രേഡർ എന്ത് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വേറൊരു ട്രേഡറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കാര്യങ്ങളെ വായിച്ചെടുക്കേണ്ടത്, ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ നോക്കി കാണേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഷെയർ ഓപ്ഷൻ അധികം ആരും കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച്, നമ്മുടെ കണ്ടന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോട്ട്ബുക്കും പെന്നും തയ്യാറായിട്ടിരിക്കുക. സോ അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിനെ വായിക്കാം? ഈ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിനെ വായിക്കാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ആദ്യം ചോദിക്കേണ്ട കാര്യം, ഈ അതർ ട്രേഡർ എന്ന് പറയുന്നത് ആരാണ്? അയാൾ എന്താണ്? HII ആണ്, അതല്ലെങ്കിൽ അയാൾ DII ആണ്, അതല്ലെങ്കിൽ അയാൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതല്ലെങ്കിൽ അയാൾ ബാങ്ക് ആണ്, അതല്ലെങ്കിൽ അയാൾ ഫണ്ട് മാനേജർ ആണ്. നമ്മൾ മാത്രമാണ് എന്തായിട്ടുള്ളത്? റീറ്റെയിൽ ട്രേഡർ ആയിട്ടുള്ളത്. സോ നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് എന്തായാലും ഇല്ല. ഈ ഒരു കാര്യത്തിന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക, നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ അവരൊരിക്കലും നമ്മളോടല്ല ഫൈറ്റ് ചെയ്യുന്നത്. അവരൊരിക്കലും നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നേ ഇല്ല. കാരണം എന്താണ്? നമ്മളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവരുടെ സ്ലിപ്പേജ് വരുന്ന എമൗണ്ട് മാത്രം, അത്രത്തോളം വലിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. സോ അവർ തമ്മിലാണ് ഫൈറ്റ് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? 2 സെല്ലറുടെ, അതല്ലെങ്കിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ എങ്ങനെ നോക്കിക്കാണുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു, അപ്പുറത്ത് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിന്നിട്ട് അവനോട് കമ്പും വടിയും വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതല്ല. 2 ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നു. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ തോട്ട് പ്രോസസ് എന്തായിരിക്കും? ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റിനെ നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ രാജാവും, അല്ലെങ്കിൽ ഞാൻ ഒരു തലക്ക് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവനും മറ്റവൻ മറ്റൊരു തലക്ക് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവനും, 1500 കോടിയൊക്കെ ഫുൾ ടൈം റിസർവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ഈ 1500 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മാത്രം കാര്യം പറഞ്ഞത്. ഇന്ത്യയിലുള്ള DIയുടെ കയ്യിൽ
ക്യാഷ് റിസർവ് ആയിട്ട് 1500 crores പ്ലസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ അടുത്തുള്ള ഒരു ജേണലിൽ ഞാൻ വായിച്ചത്. അതും പിന്നെ മോസ്റ്റ് ഓഫ് ദം ബിലോങ് ടു കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ HIS ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് വായിച്ച ഒരു ജേണലിൽ ഞാൻ കാണാൻ പറ്റിയത്. സോ ഞാൻ അവരോട് 1500 കോടി ക്യാഷ് റിസർവ് ഉള്ള അവരോട് ഞാൻ 1 ലക്ഷം രൂപ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നുള്ളതല്ല. ഈ 1500 കോടിയുള്ളവനും ഇപ്പുറത്തെ 1500 കോടിയുള്ളവനും മാർക്കറ്റിനെ എങ്ങനെ നോക്കി കാണും, ഇതിനകത്ത് നിന്ന് എനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും അവർ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നില്ല, അവർ തമ്മിലാണ് ഫൈറ്റ്. ആ ഒരു ഫൈറ്റിനുള്ളത് ഇവരറിയാണ്ട് എനിക്ക് എങ്ങനെ വലിയ തട്ടുകേടോ പരിക്കൊന്നും ഇല്ലാണ്ട് എനിക്ക് എങ്ങനെ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി ഇറങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല വീഡിയോയിൽ ഞാൻ മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് എഗെയിൻ ആൻഡ് എഗെയിൻ 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കാതെ നിങ്ങൾ ഇതിനെ എനിക്ക് പഠിക്കണം, എനിക്കിതിനെ മനസ്സിലാക്കണം എന്നുള്ള ചിന്തയില്ലാണ്ട് നിങ്ങൾ എഫേർട്ട് ഇടാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ പോകുന്നില്ല. എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണ്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മളൊരു സർട്ടൻ ലെവലിലേക്ക് എത്തിപ്പെടുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. കൂലിപ്പണി എടുക്കുന്ന ഒരാളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനർത്ഥം അത് മോശം ജോലി എന്നുള്ളതല്ല. സോ ഈ ഒരു കൂലിപ്പണി എടുക്കുന്ന ആളും രാവിലെ മുതലും വൈകുന്നേരം വരെ അയാളും കഷ്ടപ്പെടുന്നുണ്ട്. അയാൾ എങ്ങോട്ടെങ്കിലും എത്തിപ്പെടുന്നുണ്ടോ? അയാളുടെ ലൈഫിൽ അയാൾ ഹാപ്പി ആയിരിക്കാം, അയാൾക്ക് കിട്ടുന്ന വേജ് എന്താണോ അതിനകത്ത് അയാൾ ഹാപ്പി ആയിരിക്കാം, അയാളുടെ ഫാമിലി അയാൾ ഹാപ്പി ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. ബട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്നറിയാം, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം സ്മാർട്ടായിട്ട് ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ EMI ഇട്ടിട്ട് EMI മുകളിലേക്ക് കട്ട് ചെയ്തു, EMI താഴത്തേക്ക് കട്ട് ചെയ്തു എന്നുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന് ആധാരം. സോ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇന്ന് തന്നെ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞോട്ടെ, ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത് ഇങ്ങനെയും വർക്ക് ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിലേക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന കാര്യം എന്താണ്, സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ. ഞാനും പലപ്പോഴും പറയുന്നുണ്ട് സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമുക്ക് എപ്പോഴും മാർക്കറ്റിനെ നോക്കാൻ പറ്റുമോ, മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ട് പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തുകൊണ്ട് പറ്റില്ല? നമ്മുടെ ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഒരു സെല്ലർ 300 രൂപയുടെ പ്രീമിയത്തിനെ 0 കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അവൻ 300 രൂപക്ക് സെല്ല് ചെയ്ത സാധനത്തിനെ ഹോൾഡ് ചെയ്തത് 0 ആവുമ്പം കവർ ചെയ്യുന്നു. എന്താണോ പ്രീമിയം അതാണ് അവന്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ഇതേ പെർസ്പെക്റ്റീവിൽ ഇതേ 300 വെച്ചിട്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, ഇതേ 300 വെച്ചിട്ട് ഞാൻ പോവുകയാണ്. ഇത് വ്യാഴാഴ്ചയാണ് സംഭവിക്കുന്നത് എന്ന് വെക്കുക. വ്യാഴാഴ്ച എന്താ പ്രത്യേകത? വ്യാഴാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അന്ന് അവനൊരു 300 രൂപക്ക് ഇതിനെ സെല്ല് ചെയ്തു. ഓക്കെ, ഇവൻ ഇതിനകത്തൊരു SL പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് 300 രൂപക്ക് സെല്ല് ചെയ്ത ഒരാള് 1:2 ആണ് എയിം ചെയ്യുന്നതെങ്കിൽ അവൻ ഇതിനകത്ത് എടുക്കാൻ പോകുന്ന SL എത്രയായിരിക്കും? 150 റുപ്പീസ് ആയിരിക്കും അല്ലെ. 150 റുപ്പീസ് ആയിരിക്കും. ലെറ്റ്സ് അസ്യൂം 150 റുപ്പീസിനെ നമുക്ക് എടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് 150 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് SL ആണ്, അത്ര എടുക്കുന്നില്ല. അപ്പം ചില ആൾക്കാർക്ക് ഒരു തിങ്കിങ് വരും, ഓക്കെ ഇത്രയൊക്കെ SL എടുക്കും. ലെറ്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന SL എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു 60 പോയിന്റ് SL ആണ് എന്ന് വെക്കാം. 60 പോയിന്റ് SL 300 പോയിന്റ് ടാർഗറ്റ്, 1:5 ടാർഗറ്റ്. ഓക്കെ, ഡൈജസ്റ്റ് ആവുന്നുണ്ടല്ലോ. സോ ഈ 60 പോയിന്റ് SL എന്ന് പറഞ്ഞാൽ അയാളുടെ SL അടിക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താവണം, ഈ സ്ട്രൈക്ക് എന്താവണം, 360 പോകണം. സെറ്റാണ്. 360 പോയാൽ അയാളുടെ SL അടിക്കും. വാട്ട് ഇഫ് മാർക്കറ്റ് അന്നത്തെ ദിവസം ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് വോളറ്റൈൽ ആയിട്ട് നിന്നു എന്ന് വെക്കാം. വ്യാഴാഴ്ച സൈഡ് വേസ് ആയി വോളറ്റൈൽ ആയിട്ട് നിന്നു. സോ ഈ 300 എന്നുള്ള പ്രീമിയം എന്തായി? ഈ 300 എന്നുള്ള പ്രീമിയം ഏറ്റവും ചുരുങ്ങിയത് 270 ആയില്ലേ. ലെറ്റ്സ് അസ്യൂം 270 ആയിട്ടുണ്ട് എന്ന് വെക്കാം. അടുത്ത ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി കുറച്ചൊന്ന് താഴത്തേക്ക് വന്നു, കുറച്ചൊന്ന് മുകളിലേക്ക് പോയി, എഗെയിൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തി എന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ അയാൾ ബൈ ചെയ്ത പ്രൈസിന്റെ മുകളിലേക്ക് പ്രീമിയം പോയി. ബട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? ബൈ ചെയ്ത പ്രൈസിന്റെ മുകളിലേക്ക് പ്രീമിയം പോയാലും പ്രീവിയസ്ലി അയാൾക്ക് കിട്ടിയിട്ടുള്ളത് എത്രയായിരുന്നു? 30 പോയിന്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്.
30 പോയിന്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും അയാളുടെ പ്രീമിയം സ്റ്റിൽ 300ലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് വരാൻ പോകുന്നത് 2 ദിവസത്തെ ഹോളിഡേ ആണ്, ശനിയാഴ്ചയും ഞായറാഴ്ചയും. സോ ഈ ശനിയും ഞായറും കൂടിയിട്ട് അയാളുടെ പ്രീമിയത്തിൽ നിന്ന് ഒരു 40 പോയിന്റിന്റെ പ്രീമിയം ഡീകെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ലെറ്റ്സ് അസ്യൂം 40 പോയിന്റ് പ്രീമിയം ഡീകെ വന്നിട്ടുണ്ട്. പിറ്റത്തെ ദിവസം അയാളുടെ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയുന്ന 260 നിന്നാണ്. ലെറ്റ്സ് അടുത്ത ദിവസം മാർക്കറ്റ് ഒന്ന് വോൾട്ടൈലായിട്ട് നിന്നു, അല്ലെങ്കിൽ ഒന്ന് താഴത്തേക്ക് വന്നു വിചാരിക്കുക. അയാളുടെ പ്രീമിയം വീണ്ടും കുറയാണ്, 200ലേക്ക് എത്തുകയാണ് അല്ലെ. ഇയാളുടെ SL എവിടെയായിരിക്കണേ? സ്റ്റിൽ ഇയാൾ 1:5 ആണ് എയിം ചെയ്യുന്നതെങ്കിൽ അയാളുടെ SL സ്റ്റിൽ ഇരിക്കുന്നത് 360 അല്ലെ. അയാളുടെ SL സ്റ്റിൽ ഇരിക്കുന്നത് 360 കാരണം അയാൾ എയിം ചെയ്യുന്നത് 1:5 ആണ്. ഈ 300നെ 0 ആക്കാനാണ് അയാൾ എയിം ചെയ്യുന്നത്. സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഇവിടെ ഒരു ദിവസം സൈഡ് വേസ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു, ഒന്ന് താഴത്തേക്ക് വന്നു എന്ന് വെക്കുക, എന്നിട്ട് അഗൈൻ ഇങ്ങനെ താഴത്തേക്ക് തന്നെ വരണം നിൽക്കുക. ഇയാളുടെ ഈ പ്രീമിയം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഇയാളുടെ ഈ പ്രീമിയം താഴത്തേക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ബട്ട് ഇതിനകത്ത് ഇയാൾക്ക് പേടിയാവേണ്ട കാര്യമേ വരുന്നില്ല. ഇയാൾ ഇനി പേടിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ലെവലിൽ എത്തിയാൽ മാത്രമേ അയാൾ പേടിക്കുകയുള്ളൂ. അപ്പം മാത്രമേ അയാളുടെ പ്രീമിയം 360ലേക്ക് എത്തുള്ളൂ. സോ ഈ ഒരു റേഞ്ചിലൊന്നും അയാൾ പേടിക്കുന്നില്ല, കാരണം അയാൾ എയിം ചെയ്യുന്നത് 300 ആണ്. സോ അയാൾ എയിം ചെയ്യുന്നത് പ്രീമിയം മൊത്തം വിഴുങ്ങാനായതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഏതൊരു ഏരിയയിൽ വോളറ്റൈലിറ്റി കാണിച്ചാലും, ഒന്ന് മുകളിലേക്ക് പോയി സൈഡ് വേസ് ആയി, ഒന്ന് താഴത്തേക്ക് വന്നു, ഇങ്ങനെ കാണിച്ചാലും ഇത് 300 നിന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് അതിന്റെ കൂടെ അയാളുടെ SLലേക്ക് ബഫർ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് SLലേക്ക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീവിയസ്ലി അയാൾക്ക് ഉണ്ടായിരുന്ന SL വെറും 60 പോയിന്റ് ആയിരുന്നു. ഈ മാർക്കറ്റ് താഴെ എത്തി 200ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ സ്റ്റിൽ 1:5 എയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ SL ഇനി എത്രയാണുള്ളത്? 160 പോയിന്റ് അബോവ് ആണ് അയാളുടെ SL ഉള്ളത് പ്രീമിയത്തില്. മനസ്സിലായോ? പ്രീമിയത്തിൽ 160 പോയിന്റ് അബോവ് ആണ് അയാളുടെ SL ഉള്ളത്. സോ മാർക്കറ്റ് എത്രത്തോളം അയാളുടെ ഫേവറിൽ ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം സമയം അയാളുടെ പ്രീമിയത്തിലേക്ക് ബഫർ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ സം ടൈംസ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് എന്നുള്ളത്? ചില സമയത്ത് നമ്മളുടെ റീഡിങ് ആക്യുറേറ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായോ? ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം അയാളുടെ SLലേക്ക് ബഫർ ബൈ ഡിഫോൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രീമിയം ഡീകെ എന്ന് പറയുന്നത് അയാളുടെ പോക്കറ്റിലേക്ക് വരുന്ന കാശാണ്. എത്രത്തോളം പ്രീമിയം ഡീകെ ആവുന്നോ അത്രത്തോളം അയാളുടെ സ്റ്റോപ്പ് ലോസിൽ അയാൾക്ക് കുഷ്യൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് വിചാരിച്ചത് അങ്ങനെ മാത്രമാണോ വരിക? അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ നോക്കി കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. എന്താണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്? രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഇൻട്രാഡേ ട്രേഡറാണ്. ഇൻട്രാഡേ ട്രേഡർക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ആവില്ല ഉണ്ടാവുക. ഇൻട്രാഡേ ട്രേഡറിൽ വെച്ചാൽ അയാൾ 300 രൂപക്കായിരിക്കും ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ടാവുക. ഇൻട്രാഡേ ട്രേഡർ മൺഡേയിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 260 അയാൾ ട്രേഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ടാവുക. ഇയാളും അഗെയിൻ 60 പോയിന്റ് SL ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ 300ലേക്ക് എത്തുമ്പോൾ എന്താവും? ഇൻട്രാഡേ ട്രേഡറുടെ SL ഹിറ്റ് ആവും. ആൻഡ് ഇൻട്രാഡേയിൽ ആ ഒരു സമയത്ത് വലിയ പൊസിഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രഷർ കാരണം മാർക്കറ്റ് എന്ത് ചെയ്യും? പ്രീമിയം എന്ത് ചെയ്യും? 360ലേക്ക് ഓട്ടോമാറ്റിക്കലി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് കവറിംഗ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. സോ ഇവിടെ ഇൻട്രാഡേ പ്ലെയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് മൂലവും മാർക്കറ്റ് എന്താവാം? ഇങ്ങനെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംഭവിച്ചേക്കാം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ടീക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ഇതിലും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഇവിടെ ഇൻട്രാഡേ ട്രേഡറുടെ പെർസ്പെക്റ്റീവിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 60 പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ 40 പോയിന്റ് ആയിരിക്കും അയാൾ SL ഇട്ടിട്ടുള്ളതെങ്കിൽ. ലെറ്റ്സ് അസ്യൂം 40 പോയിന്റ് ആണ് അയാൾ SL ഇട്ടിട്ടുള്ളതെങ്കിൽ 300ലേക്ക് എത്തുമ്പോൾ അയാൾ കട്ട് ചെയ്തിട്ട് മാറാൻ സാധ്യതയുണ്ട്. ബട്ട് വാട്ട് ഇഫ് ഈ 300ൽ അയാൾ കട്ട് ചെയ്തിട്ട് മാറി, ഈ 260ൽ എടുത്തിട്ടുള്ള അയാൾ കട്ട് ചെയ്തിട്ട് മാറി. ബട്ട് വാട്ട് ഇഫ് ഇതിന്റെ മുകളിലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ലെവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പുതിയ സെല്ലർ ചാർട്ടിനകത്തേക്ക് വീണ്ടും ആടാവൂലേ? ഇത് അഗ്രസീവ് ആയിട്ടുള്ള സെല്ലറാണ്. ഇൻ ദ സെൻസ്
ചെറിയ SL എടുക്കാൻ പറ്റുന്ന മാർക്കറ്റിൽ ചെറിയൊരു പ്രൈസ് ആക്ഷൻ താഴത്തേക്ക് കാണിച്ചപ്പോൾ ചാടി കയറിയുള്ള സെല്ലറാണ്. ബട്ട് പൊസിഷണൽ ട്രേഡേഴ്സ് ഇവിടെയല്ലേ ആക്റ്റീവ് ആവുക. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിക്കും. എന്താ ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെ വരണമെന്നുള്ളത് മനസ്സിലായോ? ഇയാളുടെ SL എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് പുഷ് ആവും. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് പുതിയ സെല്ലർ ആക്റ്റീവ് ആവും, വീണ്ടും താഴത്തേക്ക് വരും. സ്റ്റിൽ ഈ 300 സെല്ല് ചെയ്തവന്റെ വ്യൂ സ്റ്റിൽ ഇൻടാക്ട് ആണ്. ഇതിനിടയിൽ ചെറിയൊരാൾ സെല്ല് ചെയ്തു, അയാൾ അതിനകത്ത് നിന്ന് ഔട്ടായി. ബട്ട് ഇവിടെ ഓവറോൾ മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്ത് തന്നെയാണ്? സ്റ്റിൽ ഡൗൺ തന്നെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻസ് വരാം, അല്ലേ? സോ സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ എപ്പോഴും മാർക്കറ്റിനെ നോക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരിക? ലെറ്റ്സ് അസ്യൂം നമ്മൾ നേരത്തെ 300 എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കിനെ നമ്മൾ എടുത്തു. ഇതിനെ 0 ആക്കുക എന്നുള്ളതാണ് അയാളുടെ വ്യൂ എന്നും നമ്മൾ പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ആയപ്പോഴേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു? അയാളുടെ ഫേവറിലേക്ക് വന്നിട്ട്, പ്രീമിയം അയാളുടെ ഫേവറിലേക്ക് വന്നിട്ട് ലെറ്റ്സ് അസ്യൂം 40 ആയി. ഇനി ഇയാള് ഇത് 360 എത്തിക്കാൻ അയാൾ കാത്തു നിൽക്കൂല. ഇപ്പോഴേക്കും അയാളുടെ വ്യൂ മാറിയിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ 100 എത്തിക്കഴിഞ്ഞാൽ അയാളുടെ വ്യൂ മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ്? ഇതിനകത്ത് 1:4 അയാൾക്ക് കിട്ടി. ഇനി അയാൾ പ്ലാൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഓക്കെ, 100 പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 പോട്ടെ. ബട്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സർട്ടൻ ലെവലിലാവുമ്പോൾ ഞാൻ എന്താവും? എക്സിറ്റ് ആവും എന്നുള്ളൊരു വ്യൂ ഉണ്ടാവും. ആൻഡ് ലെറ്റ്സ് അസ്യൂം ഇത് 40 എത്തി. ഇനി ഇയാൾ 360 എത്തിക്കാൻ നിൽക്കുവോ? കാത്തു നിൽക്കൂല, അല്ലെ? ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി ഇല്ല, അല്ലെ? ടൈം വാല്യൂ ഓഫ് മണി ഇല്ല. എന്തുകൊണ്ട്? എക്സ്പയറി ഡേ ആണ്. അതിനകത്ത് ഇനി മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ആഡ് ചെയ്യപ്പെടും, അതിന്റെ കൂട്ടത്തിൽ വേഗം ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റം മുകളിലേക്ക് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രീമിയം ഡേക്ക് ഇയാൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. ആൻഡ് പുതിയ പ്ലെയേഴ്സും ആഡ് ചെയ്തിട്ടുണ്ടാവും. അന്നത്തെ ദിവസം പുതിയ അഗ്രസീവ് സെല്ലേഴ്സ് കൂടി മാർക്കറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ SL ഹിറ്റ് ആവും. ആൻഡ് അതേപോലെ തന്നെ കൂടെയുള്ള കുറെ ആളുകളുടെ SL ഹിറ്റ് ആവും. അന്നത്തെ ദിവസം ഷോർട്ട് കവറിങ് ഭയങ്കരമായിട്ട് സംഭവിക്കും. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഷോർട്ട് കവറിങ് നമ്മുടെ എക്സ്പയറി ഡേയിൽ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത്? അന്ന് സ്റ്റോപ്പ് ലോസിന് ബഫർ കിട്ടുന്നില്ല, അന്ന് സ്റ്റോപ്പ് ലോസിന് കുഷ്യൻ കിട്ടുന്നില്ല. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഒരാൾ 300 രൂപയ്ക്ക് സെല്ല് ചെയ്തു, ഇതിന് 360 SL അയാൾ കീപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രീമിയം 0 വരും തോറും അയാൾക്ക് സ്റ്റോപ്പ് ലോസിൽ കുഷ്യൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 260 ആയി കഴിഞ്ഞാൽ, ഇത് 260 എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന 60 പ്ലസ് പ്രീമിയം ഡിക്ക് ആയി കിട്ടിയിട്ടുള്ള 40 അയാൾക്ക് കുഷ്യനായിട്ട് കിട്ടുകയാണ്. 40 പോയിന്റ് എക്സ്ട്രാ ബഫർ കിട്ടുകയാണ്. എഗെയിൻ ഇത് 200 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 120 പോയിന്റ്സ് അയാൾക്ക് ബഫറായിട്ട് കിട്ടുകയാണ്. ബട്ട് ഇത് എക്സ്പയറിയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആകെയുള്ള പ്രീമിയം 40 രൂപയാണ്. പുതിയ സെല്ലർ ആഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ലെറ്റ്സ് അസ്യൂം ഇയാൾ തന്നെയാണ് ഈ ചാർട്ടിൽ നിൽക്കുന്ന ഈ 40 രൂപയിൽ നിൽക്കുന്നത് നോക്കാം. അയാൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് എത്രയാ? 40 ആണ്. ബട്ട് അയാൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത് എത്രയാണ്? 300 അയാൾ സെല്ല് ചെയ്താണ്, 260 അയാൾ നഷ്ടപ്പെടുത്താൻ പോവാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അയാൾ സ്ട്രിക്റ്റ് SL കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് കവറിങ്ങുകൾ ഇൻട്രാഡേയിൽ വരുന്നത്. പുതിയ ഒരു സെല്ലർ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ഒരു സെല്ലർ 40 രൂപ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 40 ആണ്. സോ അതുകൊണ്ട് തന്നെ 20 അതല്ലെങ്കിൽ 1:1 എന്ന് പറഞ്ഞാൽ 40 ആണ്. ഈ 40 കൂടുതലുള്ള ലോസ് അയാൾ എടുക്കാൻ ഒരിക്കലും വില്ലിങ് ആവില്ല. കാരണം അയാളുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അന്നത്തെ ദിവസം ഇതിനകത്ത് ടൈം വാല്യൂ എന്ന് പറഞ്ഞ സാധനമില്ല. മുകളിലേക്ക് മാർക്കറ്റ്, അയാളുടെ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡെൽറ്റയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഡെൽറ്റ എന്ത് സ്പീഡിലാണോ ട്രാവൽ ചെയ്യുന്നത് അതേ സ്പീഡിലാണ് വേഗം ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സീരീസ് അതിനകത്തുണ്ട്, നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിലുണ്ട്. പോയി കാണുക. ഡെൽറ്റ എന്താണ്, വേഗം എന്താണ്, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഡെൽറ്റ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്താണോ അതിനനുസരിച്ചാണ് വേഗയും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്താൻ മാർക്കറ്റിന് എളുപ്പം ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാർക്കറ്റിനെ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് അല്ലേ? നല്ല ചടങ്ങാണ് അല്ലേ? സോ അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കും
എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. രണ്ട് ട്രേഡർ, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെന്തായിരിക്കും ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെ വായിച്ചെടുക്കാം? അത് വായിച്ചെടുത്താൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നമുക്ക് ചാർട്ടിൽ നോക്കാം, ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തിങ്, ഇവിടെ ലെറ്റ്സ് അസ്യൂം നമുക്കൊരു ചാർട്ടിൽ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് നോക്കുക. ലെറ്റ്സ് അസ്യൂം ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് പോകുന്നത്. സോ ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു പോയിന്റ് നമുക്ക് എന്തായിരുന്നു, മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിരുന്നു. ഈ ഒരു പോയിന്റ് മാർക്കറ്റിൽ എന്താണ്, ഒരു സപ്പോർട്ടാണ് അല്ലേ. ഞാനിതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്യാം. ഈ ഒരു പോയിന്റ് നമുക്കൊരു സപ്പോർട്ടാണ്. എങ്ങനെയാണ് ഇത് സപ്പോർട്ടായിട്ട് മാറുന്നത്? ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി സപ്പോർട്ട് എടുത്തു, എഗെയിൻ സപ്പോർട്ട് എടുത്തു, എഗെയിൻ മാർക്കറ്റ് മുകളിലേക്കുള്ള ജേണി കണ്ടിന്യൂ ചെയ്തു അല്ലെ. സോ ഇത് നമുക്കൊരു സപ്പോർട്ടാണ്. ബട്ട് ഈ സപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് ഒന്നും മുകളിലേക്ക് തന്നെ വന്നു എഗെയിൻ താഴത്തേക്ക് തന്നെ ബ്രേക്ക് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള ചാർട്ടിനെ നിങ്ങൾ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവാത്തത്. സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി പ്രൈസ് വന്നിട്ടുള്ളത് ഇവിടെ മുതൽ ഇവിടം വരെയാണ്. സോ ദാറ്റ് മീൻസ് ഇവിടെയുള്ളത് ലെറ്റ്സ് അസ്യൂം 10,000 ക്വാണ്ടിറ്റി ഓഫ് സെല്ലേഴ്സ് ആണ്, 10,000 നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. ഞാൻ ചുമ്മാ ഒരു നമ്പർ മാത്രം എടുക്കുകയാണ്. സെയിം നമ്പർ ഓഫ് സെല്ലേഴ്സ് അല്ലേ ഇവിടുന്ന് വീണ്ടും വന്നിട്ടുള്ളത്. ബട്ട് ഇവിടുന്ന് വന്നിട്ടുള്ളത് എന്താ, ഇവിടുന്ന് താഴത്തേക്ക് വന്നിട്ടുള്ളത് വലിയ നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. ഇവിടെ 10,000 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 30 lakh സെല്ലേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇത്രയും വലിയൊരു മൊമെന്റം താഴത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ. സോ സ്ട്രോങ് സെല്ലേഴ്സ് ഇവിടെയുണ്ട്. ആൻഡ് അത് മാത്രമല്ല, എന്താണ്, മാർക്കറ്റിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആവുകയാണ്. പ്രീവിയസ്ലി മാർക്കറ്റ് ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോവാണ്, ഇപ്പൊ മാർക്കറ്റ് ലോവർ ലോസ് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് വരികയാണ് എന്നുള്ളത് ഇവിടെ വെച്ചിട്ട് മനസ്സിലായി. സോ ഇവിടെ വരുമ്പം സെല്ലറാണ് മോർ ഡോമിനന്റ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. സെല്ലറുടെ പ്രസൻസ് മോർ സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. സോ ഈ സ്ട്രോങ് ആണ് സെല്ലറുടെ പ്രസൻസ് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബയാസ് സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. എന്തുകൊണ്ട്? ഓവറോൾ പൊട്ടൻഷ്യൽ ആരുടെ കയ്യിലാണ് കാണാൻ പറ്റുന്നത്? സെല്ലറുടെ കയ്യിലാണ് കാണാൻ പറ്റുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റും? നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് ഈ ക്യാൻഡലിനെ കാണുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് വായിച്ചെടുക്കാൻ പറ്റൂലേ. ഇവിടുന്ന് ഈ ഒരു മൊമെന്റം ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബൈയിങ്ങിലേക്ക് മൊമെന്റം ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. ബൈയിങ്ങിലേക്ക് ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റം ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഫസ്റ്റ് തിങ്, നമുക്ക് ക്യാൻഡിലിനെ നോക്കിയാൽ തന്നെ എന്താണ് മറ്റുള്ള ട്രേഡറുടെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ബയ്യർ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ബയ്യർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ മുകളിലേക്കും കാണണ്ടേ അല്ലെ. ബയ്യർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ മുകളിലേക്ക് കാണാം. ബട്ട് ഇവിടെ അത് കാണാൻ പറ്റുന്നില്ല. റിയാലിറ്റിയാണ് അല്ലേ. ഇവിടെ ഇത് ഇപ്പം പിന്നെ ഈ ഒരു പോയിന്റിന് ശേഷമല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ. കഴിഞ്ഞു പോയ ചാർട്ടിലല്ലേ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ആർഗ്യുമെന്റ് ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം. ആ ഒരു പോയിന്റിലേക്കൊക്കെ നമുക്ക് ചാർട്ട് റീപ്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് പോവാം. സോ ഇവിടെ എപ്പോഴും ഒരു ബയ്യർ ആവട്ടെ സെല്ലർ ആവട്ടെ, അവർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മൊമെന്റത്തിന് കണ്ടിന്യൂഷൻ ചാർട്ടിൽ ആസ് ഓൾവേസ് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മൊമെന്റത്തിന് കണ്ടിന്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ സ്ട്രോങ് മൊമെന്റം ഉണ്ട്. ആ ഒരു സ്ട്രോങ് മൊമെന്റത്തിന് കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. സോ ഇവിടെ സ്ട്രോങ് മൊമെന്റം ഉണ്ട്. ആ ഒരു സ്ട്രോങ് മൊമെന്റത്തിന് കണ്ടിന്യൂഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ സ്ട്രോങ് മൊമെന്റം ആസ് കമ്പയർ ടു ദിസ് ഇവിടുന്ന് സ്ട്രോങ് മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് മൊമെന്റത്തിന് കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ട്രോങ് മൊമെന്റം കണ്ടു, ഇതിന് കണ്ടിന്യൂഷൻ കിട്ടിയിട്ടില്ല. സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ എന്തൊക്കെയോ എക്സ്റ്റേണൽ കാരണങ്ങൾ കൊണ്ട് ഒരു ബൈയിങ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാനൊരിക്കലും ബുള്ളിഷ് ആവാൻ പോകുന്നില്ല. എന്തുകൊണ്ടാവാൻ പോകുന്നില്ല? ഇവിടെ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. ആൻഡ് ഈ ഒരു പോയിന്റിൽ ഞാൻ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഞാൻ മുകളിലേക്കുള്ള ട്രേഡിൽ പ്ലാൻ ചെയ്താൽ പോലും ഞാൻ എന്ത് ചെയ്യുള്ളൂ? ആക്ച്വലി ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ 30% ഓർ എൽസ് 50% മാത്രമേ ഞാൻ ട്രേഡിന് നോക്കുള്ളൂ. കാരണം ഓവറോൾ സ്ട്രക്ചർ നെഗറ്റീവ് ആണ്. മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാറില്ലേ, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളത്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈയിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ സെല്ലിലേക്ക് പോകുമ്പോൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയാറില്ലേ. ഇത് തന്നെയാണ് സിമ്പിൾ ഫണ്ട.
സോ പ്രീവിയസ്ലി നടന്നിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുക, അതിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ഇവിടെയുള്ള കാര്യത്തിൽ വെയിറ്റേജ് കുറവാണ്, കാരണം ഇതാണ് റീസെന്റ് നടന്നിട്ടുള്ള പ്രൈസ് ആക്ഷൻ. ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. ഇത് മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ന്യൂസ് ആണ് എന്ന് പറയുന്നത് പോലെ ഓൾറെഡി സംഭവിച്ചു പോയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആണ്. ഡിസ്കൗണ്ടഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി മാർക്കറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി മാർക്കറ്റിന് അറിയുന്ന ന്യൂസ്, ആ ഒരു രീതിയിലും പറയാം അല്ലെ. സോ ഇത് ഓൾറെഡി സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിയറസ്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. സോ ഇതിനായിരിക്കും കൂടുതൽ വാല്യൂ മാർക്കറ്റിൽ ഉണ്ടാവുക, മാർക്കറ്റ് പ്ലെയേഴ്സിന്റെ മനസ്സിലുണ്ടാവുക. സോ ഫസ്റ്റ് പോയിന്റ്, തൊട്ട് മുമ്പിലുള്ള മൊമെന്റം എന്താണെന്ന് നോക്കുക. ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കുക. ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു നോക്കുക. ആൻഡ് അങ്ങോട്ടേക്ക് അടുത്ത പ്രാവശ്യം മൊമെന്റം വരുമ്പോൾ മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്ലെയറുടെ വ്യൂ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അവൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് നിന്ന് മുകളിലേക്കുള്ള ട്രേഡാണ് എൻ്റെ സെറ്റപ്പ് പറയുന്നതെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. ലെറ്റ്സ് സേ മാർക്കറ്റിൽ ഒരു 4-5 ക്യാൻഡിൽ കണ്ടിന്യൂസ് മൊമെന്റം ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. കാരണം അവൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യും. ആര് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യും? നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സെല്ലറില്ലേ, അവൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യും. ലെറ്റ്സ് സേ നമുക്ക് നോക്കാലോ. ഈ ഒരു പോയിന്റ് 2014 മുതൽ തന്നെ ഞാൻ നോക്കുകയാണ്. ഈ ഒരു ദിവസം മുതൽ ഞാൻ നോക്കുകയാണ്. ഒരുപാട് ചാർട്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ക്വിക്കായിട്ട് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞു പോകും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു മൊമെന്റം വന്നു, ഒരു പുൾ ബാക്ക് വന്നു. എഗെയിൻ കണ്ടിന്യൂസ് ആയിട്ടൊരു മൊമെന്റം, പുൾ ബാക്ക് അല്ലേ. സോ എഗെയിൻ നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ടൊരു മൊമെന്റം വന്നു കഴിഞ്ഞാൽ എഗെയിൻ അതിന് കൗണ്ടർ ആയിട്ടൊരു മൊമെന്റം അവിടെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു മൊമെന്റം വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇവിടെ മാർക്കറ്റിൽ 100-110 താഴത്തേക്ക് വരാൻ പോവാണ്, എന്നെ കൊണ്ടുപോകാണ്ട് വരാൻ പോവാണെന്നാണോ? ഇവിടുന്ന് 2 ക്യാൻഡിൽ വന്നു, മാർക്കറ്റിൽ മൊമെന്റം സ്റ്റെക്കായി. എഗെയിൻ 2 ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് മുകളിലേക്ക് പുള്ളായി അല്ലെ. സോ എഗെയിൻ നമുക്ക് നോക്കാം. ഓക്കെ, എഗെയിൻ ഇവിടുന്ന് ഒരു മൊമെന്റം കാണാൻ പോകുന്നുണ്ട്. ഇതിനർത്ഥം നിങ്ങളെ കൂട്ടാണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണോ? അല്ല, മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് വരാനുണ്ട്. എന്തുകൊണ്ട് പുൾ ബാക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോറി, എഗെയിൻ ഇവിടുന്ന് ഒരു മൊമെന്റം കണ്ടു, അതിനൊരു പുൾ ബാക്ക്. എഗെയിൻ സെയിം കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്കുള്ള ഒരു മൊമെന്റം അല്ലേ, അതിനൊരു കൗണ്ടർ മൂവ് അല്ലേ ഈ കാണുന്നത്. എഗെയിൻ ഇവിടുന്ന് താഴത്തേക്കുള്ള ഒരു മൊമെന്റം കണ്ടു, മൊമെന്റം സ്റ്റെക്കായി. എഗെയിൻ താഴത്തേക്ക് ഒരു മൊമെന്റം, മുകളിലേക്ക് ഒരു മൊമെന്റം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് 3-4 ക്യാൻഡിൽ ഒരു ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഇവിടെ ഒരു മൊമെന്റം ഉണ്ടായിരുന്നു, അതിനൊരു കൗണ്ടർ മൂവ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മൊമെന്റം ഉണ്ടായിരുന്നു, അതിനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ മൂവ് ഉണ്ടായിരുന്നു. എഗെയിൻ ഇവിടുന്ന് താഴത്തേക്ക് ഒരു മൂവ് ഉണ്ടായിരുന്നു, എഗെയിൻ മുകളിലേക്കുള്ള ഒരു മൂവ് കാണാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ അല്ലേ? നിങ്ങൾ നോക്കിയിട്ടുള്ള ഇതേ ചാർട്ട് തന്നെ, ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ചാർട്ടല്ലേ നിങ്ങൾ നോക്കിയിട്ടുള്ളത്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഗതി നിങ്ങൾ ഇത്രയും കാലം ചാർട്ടിൽ നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് മുകളിലേക്ക് ഒരു മൊമെന്റം ഉണ്ട്, താഴത്തേക്ക് ഒരു മൊമെന്റം ഉണ്ട്. എഗെയിൻ മുകളിലേക്ക് ഒരു മൊമെന്റം ഉണ്ട്, താഴത്തേക്ക് ഒരു മൊമെന്റം ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു റൈസ് ഉണ്ട്, അതിന് കൗണ്ടർ ആയിട്ടൊരു ഫോൾ ഉണ്ട്. ഇങ്ങനെ ഒരു ഫോൾ ഉണ്ട്, അതിന് കൗണ്ടർ ആയിട്ടൊരു റൈസ് ഉണ്ട് അല്ലേ. സിമ്പിൾ അല്ലേ പരിപാടി? സോ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാനിക്നെസ് ആണ്. അത് എന്താ പറയാ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു ഫോൾ വന്നു, മുകളിലേക്ക് റൈസ് വന്നു, കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് ഒരു ഫോൾ വന്നു. എഗെയിൻ ഇവിടുന്ന് നമുക്ക് ഒരു മൂവ് കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ മാർക്കറ്റിൽ എന്താവുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. സോ എഗെയിൻ ഇവിടെ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റം വന്നു. എന്നാൽ ഒരു 2000 പോയിന്റോളം ഫോളോ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റം. കാരണം ഇത് ആ ഒരു RBIയുടെ ന്യൂസ് ഉള്ള ദിവസമാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ന്യൂസ് കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ മാർക്കറ്റിന്റെ ഓവറോൾ ഫ്ലോ ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു മൂവ് ഉണ്ട്, താഴത്തേക്ക് മൂവ്, അപ്പർ സൈഡിലേക്ക് മൂവ്, താഴത്തേക്ക് മൂവ്. ഈ താഴത്തേക്ക് മൂവ് വന്നു, മുകളിലേക്ക് മൂവ്. ഇനി താഴത്തേക്ക് വരും ആശാൻ, നിങ്ങളെ കൂട്ടാണ്ട് അവൻ എങ്ങോട്ടും പോകില്ല. ഇനി ഇവൻ താഴത്തേക്ക് വരും. ഇനി ഇവൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഇവൻ മുകളിലേക്ക് തന്നെ പോകും. അതിനർത്ഥം ഇവിടെ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്, 4 ക്യാൻഡിൽ കഴിഞ്ഞാലും ആശാൻ പറഞ്ഞിട്ട് മുകളിലേക്ക് പോകും, ഞാനിത് പിടിച്ചോണ്ടിരിക്കുക എന്നുള്ളത് അല്ലാട്ടാ, തീർത്ത് ഞാൻ പറഞ്ഞേരേ. സോ ഇവിടെ എഗെയിൻ മുകളിലേക്ക് ഒരു മൂവ് ഉണ്ട്. ഇനി ഇത് താഴത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി താഴത്തേക്ക് വരും. പ്രത്യേകിച്ച് ഇതിനകത്ത് റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, മാർക്കറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ദിവസം നോക്കിയിട്ടുള്ള ചാർട്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇത്രയും ദിവസം നോക്കിയിട്ട് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം കമന്റിൽ. സോ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവുന്നുണ്ട് അല്ലേ.
ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? സോ ഇനി ഞാനതിന് എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് മനസ്സിലായി? മുകളിലേക്ക് ഒരു മൊമെന്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏതൊരു പോയിന്റിലും താഴത്തേക്ക് ഒരു കൗണ്ടർ മൂവ് ഉണ്ടാവും അല്ലേ? സോ ഇതിനകത്തുനിന്ന് അതർ ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും? ലെറ്റ്സ് അസ്യൂം ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്, XYZ റീസൺ വെച്ചിട്ട്, എൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട്, എൻ്റെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു ഡയറക്ഷണൽ മൊമെന്റം ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഡസൻ മീൻ ഈ മാർക്കറ്റ് ഇന്ന് എൻ്റെ ക്യാപിറ്റൽ ഇപ്പം 10,000 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെ ഞാൻ 50,000 ആക്കും എന്നുള്ളതല്ല. ഇതേത് സമയവും താഴത്തേക്ക് വരാം. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഷാർപ്പായിട്ട് റെഡി ആയിട്ടിരിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞു പോയ ചാർട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് ഞാൻ നിങ്ങൾക്കൊരു നല്ല രസമുള്ളൊരു തമാശ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ്. ഓക്കെ, ഇന്നലെ 10:50 ഞാൻ എപ്പോഴാണ് ലെവൽ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ? 11:49 46,500 22,000 10:50 ഞാൻ എന്താ പറയുന്നത്? ഇഫ് എനി വൺ ഇൻ ട്രേഡ് യു ക്യാൻ തിങ്ക് അബൌട്ട് ബുക്കിംഗ് ഇൻ BN ബാങ്ക് നിഫ്റ്റിയിൽ ആരെങ്കിലും ട്രേഡ് ഈ ലെവലിന്റെ മുകളിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നിഫ്റ്റി കീപ്പ് സ്ട്രിക്റ്റ് SL, കാരണം നിഫ്റ്റി അത്ര സ്ട്രോങ് ആയിട്ട് വർക്ക് ആയിട്ടില്ല. ആൻഡ് 1:50 ഞാനത് പറയുന്നല്ലേ. 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം. ഇതിനകത്ത് 1:50 ക്യാൻഡിൽ ഏതാ? രസമുണ്ടോ പരിപാടി? ഇതല്ലേ 1:50 ക്യാൻഡിൽ. എപ്പോഴാ 500 മുകളിലേക്ക് ക്യാൻഡിൽ പോകുന്നത്? ഈ ക്യാൻഡിലിന്റെ മുകളിലാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആവുന്നത് അല്ലേ? സോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്? 1:50 ക്യാൻഡിലാണ് ഞാൻ എന്ത് പറയുന്നത്? ബുക്ക് ചെയ്യാൻ പറയുന്നത്. ഇനി പറ, കഴിഞ്ഞു പോയ ചാർട്ടിൽ മാത്രമാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതോ റിയൽ മാർക്കറ്റിൽ പറഞ്ഞിട്ടില്ലേ? സോ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും? നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോകാൻ പറ്റും. ഇതിനകത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ് അല്ലേ? പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് SLനെ കോസ്റ്റിലേക്ക് വെക്കുക എന്നുള്ള ഡയലോഗ്സ് ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ 10:46 ഇതേപോലെ ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു പോയിന്റിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാർട്ടിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇയാൾ ഈ പറഞ്ഞതിന്റെ ബാക്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഈ ഒരു മൊമെന്റം ക്യാൻഡിലിന്റെ കാര്യം മാത്രം ഞാൻ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. എന്നിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം നിങ്ങൾ ചുമ്മാ ഇരുന്ന് തള്ളുകയാണ്, പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഞാൻ എവിടെയാണ് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്, ആ ഒരു പോയിന്റിൽ ഈ ഒരു കാര്യം മാത്രം ഞാൻ നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി എനിക്ക് ആഡ് ചെയ്യാണ്ട്, അത് അടുത്ത പോയിന്റിൽ ഞാൻ വരാം. സോ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാ? ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്, അതിന് റിവേഴ്സ് ആയിട്ടുള്ളൊരു മൂവ്മെന്റം ഇനി വരാനുണ്ട്. നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കും, നിങ്ങൾ ചാർട്ടിനെ വായിക്കും, ബട്ട് അതിൽ കൂടുതൽ നിങ്ങൾ എന്താ വായിക്കുക? നിങ്ങൾ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത്. ഈ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം നിങ്ങൾക്ക് കാണാത്തത്. ഈ ഒരു ചാർട്ട് എനിക്കായിട്ട് സെപ്പറേറ്റ് പ്രിന്റ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്നല്ലോ. നിങ്ങൾ നോക്കുന്ന ഈ സെയിം ചാർട്ട് തന്നെയല്ലേ ഞാൻ നോക്കുന്നത്. ഇതിനകത്ത് ഞാനിത് വായിക്കുന്നുണ്ട്, നിങ്ങളിത് വായിക്കുന്നില്ല. വായിക്കാണ്ടിരിക്കാൻ കാരണം എന്താണ്? മേ ബി അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രേഡിലേക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഇൻഡിക്കേറ്റർ അങ്ങോട്ട് വളയുന്നുണ്ടോ, ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് തിരിയുന്നുണ്ടോ? അതും അല്ലെങ്കിൽ എന്തായിരിക്കും? അതും അല്ലെങ്കിൽ ഏതെങ്കിലും ടിപ്പ് തരുന്ന ചാനലിൽ ടിപ്പ് വരുന്നുണ്ടോ? മെസ്സേജ് ലേറ്റ് ആയിട്ടുണ്ടല്ലോ, സമയം നോക്കും. ഇന്നലെ വന്ന ഈ സമയത്തായിരുന്നു, ഇന്ന് വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ ആയിരിക്കാം മേ ബി നോക്കുന്നത്. സോ മാറ്റം വരേണ്ടതുണ്ട്. സോ സിമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞത്? 4-5 ക്യാൻഡിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ലെറ്റ്സ് സേ ഒരു 8-9 ക്യാൻഡിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൊമെന്റം, ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം, ഹെൽത്തി ആയിട്ട് അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്ത ഒരു മൊമെന്റം മുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് സിംപ്ലി മീൻസ് മാർക്കറ്റ് ഇനി ഒന്ന് താഴത്തേക്ക് വരാനുണ്ട്. സോ ഇതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. ഇവിടെ ഞാൻ ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ബുക്ക് ചെയ്യേണ്ട പോയിന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടിന്യൂസ് മൊമെന്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ പ്രീവിയസ്ലി ഉള്ളവൻ ബുക്ക് ചെയ്യും. പ്രീവിയസ്ലി ഇവിടുന്ന് ട്രേഡിലേക്ക് കയറിയിട്ടുള്ളവൻ ബുക്ക് ചെയ്യും. പ്രീവിയസ്ലി ഉള്ള ചാർട്ട് എന്നോട് അതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അതേഴ്സ് ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, ഞാൻ ഇവിടെയോ അല്ല ട്രേഡ് എടുക്കുന്നത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ചാനലിൽ പോയിട്ട് ഫിബൊനാച്ചിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയിട്ട് കാണാം.
അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിട്രേസ് ലെവൽ എന്നുള്ളത്. ആ ഒരു റിട്രേസ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയാൽ മാത്രമേ ഞാൻ അടുത്ത ഒരു ബൈ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ. സിമ്പിൾ അല്ലേ? സോ 8-9 ക്യാൻഡിൽ വന്നാൽ എനിക്കൊരു പുൾ ബാക്ക് കിട്ടണം. ആ പുൾ ബാക്കിനെ മെഷർ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പുൾ ബാക്കിനെ മെഷർ ചെയ്യാനായിട്ട് എനിക്ക് ഫിബൊനാച്ചിയുടെ ടൂൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ് പരിപാടി. ഇതെല്ലാം കൂടെ വായിച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്, റിയൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആവശ്യമില്ലാത്ത ഒരു ട്രേഡിലേക്ക് ഞാൻ ചാടി കയറില്ല. എവിടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാം എന്നുള്ളതും എനിക്ക് ഈ ഒരു രീതിയിൽ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ പരിപാടി? ആൻഡ് ഇനി അടുത്ത പോയിന്റ് എന്താണ്? ലെറ്റ്സ് അസ്യൂം ബാങ്ക് നിഫ്റ്റി ലെറ്റ്സ് സേ ഒരു 300-350 പോയിന്റ് 300-350 പോയിന്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. 300 പോയിന്റ് ഡയറക്ഷണൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ദേ എന്നെ കൂട്ടാണ്ട് 1500 പോകാൻ പോകുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. 300 പോയിന്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ, 400 പോയിന്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ, 500 പോയിന്റ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അത് ഒരു ഹെൽത്തി മൂവ് അല്ല. ഇൻ ദ സെൻസ് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റിൽ പെൻഡിങ് ഉണ്ട്. ക്ലിയർ ആയോ? വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്തായി? ഈ ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് 380 പോയിന്റ് താഴത്തേക്ക് വന്നു. എഗെയിൻ എന്തുണ്ടായി? ഇവിടുന്ന് മുകളിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി അല്ലേ? എഗെയിൻ ഈ ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് എന്തായി? 350 പോയിന്റ് മുകളിലേക്ക് പോയി. എഗെയിൻ ഇവിടുന്ന് താഴത്തേക്ക് എന്തായി? പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. ഞാൻ എന്താണ് കണിയാനാണോ? അല്ലല്ലോ. എൻ്റെ മുമ്പിൽ കവടിയൊന്നും നിർത്തി വെച്ചിട്ടില്ലല്ലോ. സിമ്പിളായിട്ട് മാർക്കറ്റ് ഡേ ബൈ ഡേ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. എഗെയിൻ ഇവിടുന്ന് 300 പോയിന്റ് താഴത്തേക്ക് വന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് മുകളിലേക്ക് മാർക്കറ്റ് പോയി അല്ലേ? ഈച്ച് ആൻഡ് എവ്രി സിംഗിൾ നിങ്ങൾക്ക് ഇതല്ലേ കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് എന്തായി? 250 പോയിന്റ് എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് മാർക്കറ്റിൽ എന്തായി? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് എത്ര പോയി? 350 പോയിന്റ് പോയി. എഗെയിൻ ഇവിടുന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എഗെയിൻ വന്നു. എഗെയിൻ 300 പോയിന്റ് മാർക്കറ്റ് പോയി. എഗെയിൻ താഴത്തേക്ക് ഒരു ഡ്രോപ്പ് വന്നു. എഗെയിൻ ഇവിടുന്ന് താഴത്തേക്ക് 300-350 പോയി. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ് മാർക്കറ്റ് എന്തായി? 250-260 പോയിന്റ് പോയി. എഗെയിൻ താഴത്തേക്ക് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഇതിനകത്ത് എന്തെങ്കിലും റോക്കറ്റ് സയൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? സിമ്പിളായിട്ട് മാർക്കറ്റിനെ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. സോ അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മാർക്കറ്റിനെ നോക്കാം? ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം, അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയണില്ല, വേണമെങ്കിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾ എല്ലാവരും അംബാനിയുടെ കൂടെ ഇരുന്നിട്ട് എന്താ പറയുക ബിസിനസ് മീറ്റിംഗ് നടത്തണം എന്നുള്ളത് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. നിങ്ങൾ ആരൊക്കെയാണോ എഫേർട്ട് എടുക്കുന്നവർ അവർ ട്രേഡർ ആയാൽ മതി. പെട്ടെന്ന് മടി പിടിച്ചാണ്ടൊന്നും ട്രേഡർ ആവണ്ട. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നി. ഐ ഡോണ്ട് കെയർ. സോ സിമ്പിളായിട്ട് നിങ്ങൾ പോയി നോക്കുക എത്ര പോയിന്റ് പോയി കഴിഞ്ഞാലാണ് ഒരു മൂവ് ഉണ്ടാവുന്നത് എന്നുള്ളത്. സോ സെർട്ടൻ പോയിന്റ് പോയി കഴിഞ്ഞാൽ ഒരു മൂവ് റിവേഴ്സ് ആയിട്ടുണ്ടാവും. സോ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും വെറുതെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ബേസ് ഞാൻ പറഞ്ഞു തന്നു. ഈ ഒരു ബേസ് വെച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ഒരു പോയിന്റിലേക്ക് വരുന്ന ഫോളിന്റെ അല്ലെങ്കിൽ ആ റേസിന്റെ മൂവ് എന്താണോ അല്ലെങ്കിൽ ആ കണ്ടിന്യൂവേഷൻ എന്താണോ അത് വെച്ചിട്ട് തൊട്ട് കൂടെ ഇരിക്കുന്ന ട്രേഡറുടെ പേഴ്സ്പെക്റ്റീവ്, അതർ ട്രേഡേഴ്സിന്റെ പേഴ്സ്പെക്റ്റീവ് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്തത്, മാർക്കറ്റിലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൊമെന്റം കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് അതർ ട്രേഡേഴ്സിന്റെ പേഴ്സ്പെക്റ്റീവ് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, ഈ ഒരു സർട്ടൻ ലെവലിൽ മാർക്കറ്റ് ഇത്ര ഒരു സർട്ടൻ പോയിന്റ് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു ഫോൾ ഉണ്ടാവാറുണ്ട്. ഇത് വെച്ചിട്ട് അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അടുത്ത പോയിന്റ് എന്താണ്? മൾട്ടിപ്പിൾ ടൈം ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അവരുടെ വ്യൂവിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? കോൺട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? സോ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് പ്രീവിയസ്ലി മാർക്കറ്റിൽ എന്തായിരുന്നു? ഓക്കെ, നമുക്ക് കുറച്ച് മുന്നേയുള്ള എക്സാമ്പിളിലേക്ക് പോകാം. വർക്കാവാത്ത എക്സാമ്പിൾ ആയതുകൊണ്ടല്ല, ഒന്നുകൂടി കുറച്ച് മുന്നേയുള്ള എക്സാമ്പിളിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റിൽ എന്താവുകയാണ്? ഇവിടെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? സി, ഇവിടുന്ന് മാർക്കറ്റ് എന്തായി? താഴത്തേക്ക് വീണു. എഗെയിൻ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫോൾ വന്നു. എഗെയിൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തി മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു. സോ ഫസ്റ്റ് തിങ് എന്താണ് നമ്മളിവിടെ നോട്ടീസ് ചെയ്യേണ്ടത്? ആദ്യത്തെ പ്രാവശ്യം മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് വന്നപ്പോൾ എന്തുണ്ടായിട്ടുണ്ട്? 1 സെക്കൻഡ്. ഓക്കെ, ഇതിനകത്ത് പോയിന്റ് കാണാൻ പറ്റുന്നില്ല. ലെറ്റ്സ് അസ്യൂം ഞാൻ ഇതിനെ എടുക്കാം, സ്കെയിലിനെ എടുക്കാം.
ആദ്യത്തെ പ്രാവശ്യം മാർക്കറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ 485 പോയിന്റ് ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റി. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് മാർക്കറ്റ് വരുമ്പം 1200 പോയിന്റ് ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റി. അതിനടുത്ത പ്രാവശ്യം മാർക്കറ്റ് ഇങ്ങോട്ട് വരുമ്പം 700 പോയിന്റ് ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റി. എഗെയിൻ വീണ്ടും അങ്ങോട്ടേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പം എന്തായി, മൂവിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു. മൂവ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മൂവ് ആണോ പ്രീവിയസ്ലി വന്നിട്ടുള്ളത്, ആ ഒരു മൂവിന്റെ ഇന്റൻസിറ്റി മാർക്കറ്റിൽ കുറയാണ്. സോ ഇവിടെ ഈ ഒരു പോയിന്റിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു വാതിൽ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചവിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താവും, ആ വാതിൽ പൊളിയാനുള്ള സാധ്യത ഹൈ ആണല്ലേ. സോ ഇവിടുന്ന് വരുന്ന സെൽ ഓഫ് വീക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ പ്രീവിയസ്ലി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ടായിരുന്നോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് റൈറ്റ് നൗ ആ ഒരു പോയിന്റിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? സിമ്പിളായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എഗെയിൻ അടുത്തൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ചാർട്ടിൽ വെച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട്? ഇതുവരെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവില്ല. എൻ്റെ സ്റ്റുഡൻസിൽ കുറച്ച് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കത്തിയിട്ടുണ്ടാവും. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ഞാൻ നിങ്ങളുടെ കണ്ണുമ്പെന്ന് വരച്ചൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എത്ര പോയിന്റ് ട്രാവൽ ചെയ്തു നോക്കിയാ മനസ്സിലായാ വല്ലതും? ഇതേ ഒരു ചാർട്ട് വെച്ചിട്ടല്ല ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നാക്ക് വായിലേക്ക് ഇട്ടല്ലേ ഉള്ളൂ. എന്തായി, അതേ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു. എന്തുകൊണ്ട്? മാർക്കറ്റ് ഓൾറെഡി 375 പോയിന്റ്സ് സെയിം ഡേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാക്ട് സെയിം ഡേ 375 പോയിന്റ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുണ്ട്. എഗെയിൻ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവിടുന്ന് മാർക്കറ്റ് 300 ശതമാനം പോയിന്റ് വന്നിട്ടുണ്ട്. സോ എഗെയിൻ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് അല്ലേ. സിമ്പിൾ അല്ലേ പരിപാടി? മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതർ ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മാർക്കറ്റിനെ വായിക്കാം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മാർക്കറ്റിനെ വായിക്കാം എന്നുള്ളത് ഞാൻ എക്സ്ട്രാ അഡീഷണൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിനെ വായിക്കാൻ പറ്റുക, ഒരു ഓപ്ഷൻ ബയ്യർ നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ടും പോയി കാണാം. ആൻഡ് അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനെ കുറിച്ച് നിങ്ങൾ 2-3 ആൾക്കാർ കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട്. ഓപ്ഷൻ ചെയിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം, മറ്റേ ഫിലിമിൽ നമ്മുടെ ആസിഫ് അലി പറഞ്ഞ പോലെ ഇതെന്റെ അഹങ്കാരമല്ല കോൺഫിഡൻസ് ആണെന്ന് പറയില്ല, അതുപോലെ തന്നെ പറയുകയാണ് ഇതെന്റെ അഹങ്കാരമല്ല കോൺഫിഡൻസ് ആണ്. അത്രയും നല്ലൊരു വീഡിയോ ഓപ്ഷൻ ചെയിനെ കുറിച്ച് മലയാളത്തിൽ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. പ്രോപ്പറായിട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 2 വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഓപ്ഷൻ ചെയിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 2 വീഡിയോ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ OI അനാലിസിസ് ബൈ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. മലയാളം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഗതി കിട്ടും. യൂട്യൂബിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു 2 വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഓപ്ഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡൗട്ടുള്ള ആൾക്കാർക്ക്. സോ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വിത്ത് 1 റുപ്പി ഞാൻ ചാർജ് ചെയ്യാണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് നിങ്ങൾക്കായിട്ട് എടുക്കുന്നത്. സോ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.